അംബേദ്കർ എഴുതുന്നു ഇങ്ങനെ: സംവരണം ചോദിക്കുന്നതിലൂടെ അടിമവർഗം നൂതനവും അസാധാരണവുമായി ഒന്നും ചോദിക്കുന്നില്ല. സംവരണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഭരണവർഗത്തിൻ്റെ ആക്രമണപരമായ വർഗീയതയിൽ നിന്നും സംരക്ഷണം നേടാനാണ് എന്നും സംവരണത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. ഒരു സെമിനാറിൻ്റെ ചിട്ടവട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഉദ്ധരണികളൊക്കെ ഇവിടെ പറഞ്ഞത്, ഇല്ലെങ്കിൽ നേരിട്ട് പറയാവുന്ന കാര്യമുള്ളൂ. ഈ സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്. കാളിദാസൻ കുമാരസംഭവത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ മല്ലിനാഥൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ഞാൻ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതമുച്യതേ. തെളിവില്ലാതെ ഞാനൊന്നും പറയില്ല, കാര്യകാരണ യുക്തിയില്ലാതെ ഞാനൊന്നും വിശദീകരിക്കുന്നുമില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത് ഉദ്ധരിച്ചത്. പറഞ്ഞു വന്നത്, സംവരണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ സങ്കല്പങ്ങൾക്ക് കോട്ടം തട്ടുന്നതോടുകൂടി വളരെ വലിയ രീതിയിൽ ആദിവാസികളും ദളിതരും പുറന്തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയാണെന്ന് വിശദമാക്കാം. EWS സംവരണം PSCയിലൂടെ നടപ്പിലാക്കപ്പെട്ടു. PSCയിലൂടെ നടപ്പിലാക്കിയപ്പോൾ സംഭവിച്ച കാര്യം, നിലവിൽ തന്നെ 50% പൊതുമത്സരം. നിങ്ങൾക്കറിയാം, ഡിഗ്രി വിദ്യാർത്ഥികൾ ഇനി പരീക്ഷ എഴുതാനും ഒക്കെ ഇരിക്കുന്നവരാണ്. പലതരം പരീക്ഷകൾ ഇനി അഭിസംബോധന ചെയ്യേണ്ടി വരും, പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ കേട്ടോ. പരീക്ഷ എഴുതുന്നവരുടെ കാര്യം മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ PSC 50% പൊതുപരീക്ഷ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. ജാതി ഒന്നും മതമൊന്നും ബാധകമല്ല. അതിനെ ജനറൽ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ആ ജനറൽ എന്ന് പറയുമ്പോൾ ആളുകളുടെ വിചാരം അതിനകത്ത് ദളിതരും ആദിവാസികളൊന്നും ഉൾപ്പെടുത്തില്ല. ജനറൽ എന്ന് പറഞ്ഞാൽ അത് സവർണരും സവർണ ക്രിസ്ത്യാനികളും ഒക്കെയാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പൊതുവിഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. ദളിതരും ഉണ്ട്, ആദിവാസികളും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ജനറൽ എന്ന് പറയുന്ന മുഴുവൻ ആരെയാണ്? അത് സവർണർ മാത്രമാണ്. തെറ്റിദ്ധാരണ അങ്ങനല്ല. അപ്പോൾ PSC 50% പൊതുപരീക്ഷ, ആർക്കും മത്സരിക്കാം. 50% റിസർവേഷൻ. 50%-ലധികം റിസർവേഷൻ വരാൻ പാടില്ല എന്നാണ് ഇന്ദിരാസാന്യ വിധിയിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ കൂടുതൽ സങ്കീർണമാക്കുന്നില്ല പ്രശ്നത്തെ. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, EWS സംവരണം നടപ്പിലാക്കിയപ്പോൾ പൊതുവിഭാഗക്കാർ കൂടി മത്സരിക്കാൻ കഴിയുമായിരുന്ന 50%-ൽ നിന്ന് 10% എടുത്താണ് PSC EWS സംവരണം നടപ്പിലാക്കിയത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും കൂടി മത്സരിക്കാമായിരുന്ന 10% അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതും അവിടെ നിൽക്കട്ടെ. 2021 സംസ്ഥാന ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത്, കേരളത്തിലെ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വട്ടപൂജ്യമാണെന്നാണ് ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. ഇതുകൂടാതെ PSCക്ക് വിടാത്ത എത്രയോ അധികം സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും PSC നിയമനം അല്ല. PSCക്ക് വിടാത്ത നൂറുകണക്കിന് സ്ഥാപനങ്ങളും കോർപ്പറേഷനുകളും മറ്റ് സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. 100-ലധികം സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഒന്നും എന്തില്ല? സംവരണമില്ല. എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? അവിടെ സംഭവിക്കുന്ന പ്രശ്നം, അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ കൂടി അർഹതപ്പെട്ട സാമൂഹ്യ മൂലധനം, സാംസ്കാരിക മൂലധനം അവർക്ക് ലഭിക്കാതെ പോകുന്നു എന്നുള്ള ഏറ്റവും ക്രൂരമായൊരവസ്ഥാവിശേഷം സംജാതമാകുന്നു. അതും അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ 100 കണക്കിന് എയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട്, കോളേജുകളുണ്ട്. നിങ്ങളുമൊക്കെ വ്യത്യസ്ത കോളേജുകളിൽ പഠിക്കുന്നവരാണ്, എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരും ഉണ്ടാവാം, സർക്കാർ കോളേജുകളിലും സർക്കാർ സ്കൂളുകളിലും പഠിക്കുന്നവരുണ്ടാവാം. ഇതിൽ സർക്കാരിൻ്റെ കീഴിലുള്ള സ്കൂളുകളും കോളേജുകളും നമുക്കെടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ കോട്ടയം ജില്ലയിൽ സർക്കാരിന് ഒരു കോളേജ് മാത്രമേ ഉള്ളൂ, ഒറ്റ കോളേജേ ഉള്ളൂ. ബാക്കിയുള്ള കോളേജുകൾ മുഴുവൻ എയ്ഡഡ് മേഖലയിലാണ്. എയ്ഡഡ് മേഖലയിൽ സംഭവിക്കുന്നത്, എയ്ഡഡ് മേഖലയിൽ സംവരണം ഇല്ലാത്തതുകൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണോ ആ സ്ഥാപനം നടത്തുന്നത് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെ നിയമനം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ NSSൻ്റെ കീഴിലുള്ള കോളേജുകൾ, വിവരാവകാശ പ്രകാരമുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. NSSൻ്റെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും ആര് മാത്രമാണ് അധ്യാപകർ? ആര് മാത്രമാണ്? കേട്ടില്ല. NSS മാത്രമാണ്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതെന്തുകൊണ്ടാണ് അവരുടെ അണ്ടറിലായി പോയത്? സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് യാതൊരു തരം ഒരു പ്രശ്നവും ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് പ്രവേശനം ഇല്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്?
പൊതുബോധത്തിൽ അതൊരു ഡിസ്കോഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയിലൂടെ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ഈ പ്രതിസന്ധിയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നം, പൊതുപണമാണല്ലോ ഒഴുകുന്നത് എല്ലായിടത്തേക്കും. എയ്ഡഡ് സ്കൂളുകളിലേക്കും എയ്ഡഡ് കോളേജുകളിലേക്കും പൊതുപണം ഇങ്ങനെ ഒഴുകുക. അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ ശമ്പളം എത്രയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 50,000 ഏറ്റവും കുറഞ്ഞത്. ഇത് വാങ്ങുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാകുമ്പോൾ അസന്തുലിതാവസ്ഥ വർദ്ധിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കേരള പഠനം 2.0 പറയുന്ന വാക്യങ്ങൾ ഉദ്ധരിക്കാം. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠനം പറയുന്നത്, കേരളത്തിലെ സർക്കാർ ഉദ്യോഗ മേഖലയിൽ സവർണ വിഭാഗങ്ങൾക്ക് 83% അധിക പ്രാതിനിധ്യം ഉണ്ടെന്നാണ് പരിഷത്തിൻ്റെ പഠനം. 83% അധിക പ്രാതിനിധ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ ഉദാഹരണം പറയാം, വീണ്ടും ഇത് മനസ്സിലാക്കാൻ. എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ എന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത്, DC ബുക്സിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന പേര് എന്നെ കൂടി പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ, ഞാൻ കടുത്ത വിമർശനം ഉന്നയിക്കാറുള്ള എൻ്റെ അധ്യാപകൻ ഡോക്ടർ സുനിൽ പി ഇളയിടം, ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം, സുനിൽ മാഷിന് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ 5 സെഷനുണ്ട്. 5 സെഷനിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മറ്റാളുകൾക്ക് 1 2 2ൽ കൂടുതലില്ല. ഇതൊരു അമിത പ്രാതിനിധ്യമാണ് എന്ന് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ? ഇതൊരു അധിക പ്രാതിനിധ്യമാണ്. ഒരാൾ മാത്രം വ്യത്യസ്ത സെഷനുകളിൽ സംസാരിക്കുന്ന അധിക പ്രാതിനിധ്യം എന്ന് പറയുന്നൊരു കുറച്ച് ലളിതമാക്കി വിവരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. ഇതൊരു അധിക പ്രാതിനിധ്യമാണ്. അദ്ദേഹം അതിന് അയോഗ്യനാണെന്നോ അത് അവിടെ അങ്ങനെ ലഭിക്കുന്ന ഒരു പാതകമാണെന്നോ അല്ല പറയുന്നത്. വേറെ ചില ആളുകളും കൂടി വരേണ്ടതായിട്ടുണ്ട്. അതിന് സുനിൽ മാഷ് കുറ്റക്കാരനൊന്നും അല്ല കേട്ടോ, അങ്ങനെ നമ്മൾ കരുതണ്ട. പക്ഷേ സംഘാടകർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. സുനിൽ മാഷെ പ്രതിസ്ഥാനത്ത് നിർത്തുകയല്ല, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് വേറൊരാൾക്ക് ഒരു 5 സെഷൻ കൊടുക്കുന്നില്ല? ഇതുപോലെ അടിത്തട്ട് സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു 5 സെഷൻ കൊടുക്കുമോ? കൊടുത്ത ചരിത്രമില്ല. കൊടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ചില അവാർഡുകൾ ഈ രീതിയിൽ തന്നെയാണ്. ആ രീതിയിൽ പരിശോധിക്കേണ്ട ഒരു അവാർഡാണ് ഈ ഗുരുവായൂർ ദേവസ്വം കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡ് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കണം, ആർക്കൊക്കെയാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ട് അതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഈ ഓടക്കുഴൽ അവാർഡ് പോകുന്നു? സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള അക്കാദമികളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം സ്ഥിരം അക്കാദമിയുടെ അധ്യക്ഷന്മാരായിട്ട് എന്തുകൊണ്ട് വരുന്നു? ബാക്കിയുള്ള സമുദായത്തിൽപ്പെട്ടവരാരും ചിന്തിക്കാത്തവരാണോ? അവർ ആ രീതിയിൽ സാഹിത്യം രചിക്കാത്തവരാണോ? ഒന്നുമല്ല. പക്ഷെ എന്തുകൊണ്ട് അവർ പുറന്തള്ളപ്പെടുന്നു? അക്കാദമിക സ്ഥാപനങ്ങളിൽ നിന്ന്, സർവകലാശാലകളിൽ നിന്ന് എന്തുകൊണ്ട് പുറത്തള്ളപ്പെടുന്നു? നമ്മൾ വലിയ വിപ്ലവകാരികളായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വൈസ് ചാൻസലറായി വരാത്തത്? എന്തുകൊണ്ടൊരു ദളിത് വിഭാഗത്തിൽ നിന്ന് ആരും പ്രൊഫസർമാരായി ഇല്ലാത്തത് കൊണ്ടാണോ? അവരിൽ പണ്ഡിതന്മാരായിട്ടുള്ളവരില്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പുറമ്പോക്ക് ജീവിതങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കേവലം ഭൂമി മാത്രമാണ് ഉള്ളത്. പുറമ്പോക്കെന്ന് പറയുന്ന ഒരു ഭൂമി ഉണ്ടല്ലോ, ഒരു ഭൗതികമായ കൽപ്പനയുണ്ട് നമ്മുടെ മനസ്സിൽ. പുറമ്പോക്കെന്ന് പറയുന്നത് ഇങ്ങനെ കൂടി സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നിരവധി ആളുകളെ പുറന്തള്ളിക്കൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗം അമിത പ്രാതിനിധ്യം കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. സർവകലാശാലകളിൽ ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമാണെന്ന് കാണേണ്ടതായിട്ടില്ല. അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 96% തസ്തികകളിലും ത്രൈവർണിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അധ്യാപകരായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് എന്ന് അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ ഹിന്ദുത്വ സാംസ്കാരികത നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നത്? നമ്മൾ കുറച്ച് ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇന്ത്യൻ മിലിറ്ററിയിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ഇല്ലായ്മ 1578%. 1578% പ്രാതിനിധ്യ ഇല്ലായ്മ. ഒരു വിചിത്രമായ വാദം ഞാൻ ഇന്നലെ കേട്ടത്, ഫസൽ ഗഫൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്,
ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് ഇരിക്കുകയാണല്ലോ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ 50% മുസ്ലിങ്ങളല്ലാത്തവരുണ്ട് എന്നാണ് ഫസൽ ഗഫൂർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം. വിചിത്രമായൊരു ന്യായീകരണം വന്നത്, മുസ്ലിങ്ങളൊന്നും പഠിക്കുന്നില്ല, അതുകൊണ്ടാണ് 50% മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫസൽ ഗഫൂറിൻ്റെ PSMO മറ്റ് കോളേജുകളിൽ 50% മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരെ നിയമിക്കുന്നത് മുസ്ലിങ്ങളില്ലാത്തത് കൊണ്ടാണെന്നുള്ള ന്യായീകരണത്തിലേക്കാണ് വളരെ പെട്ടെന്ന് നമ്മൾ ചെന്നത്. മുസ്ലിങ്ങളൊന്നും പഠിക്കാത്തവരാ. ഞാൻ കരുതുന്നത് കഴിഞ്ഞ ഒരു 50 കൊല്ലക്കാലത്തിൻ്റെ ചരിത്രം എടുത്താൽ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം നൽകി മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കുകയും ആ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിയൊരു സമുദായമാണ് മുസ്ലിം സമുദായം, കേരളത്തിലെ മുസ്ലിങ്ങൾ. അവരാരും പഠിക്കാത്തതുകൊണ്ടാണ് അവർക്ക് 50% ജോലി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന യുക്തിയിലേക്ക് കേരളത്തിലെ ചില ആളുകൾ എത്തിച്ചേർന്നിരിക്കുക.